വൈഷ്ണവത്തിൻ്റെ അസ്തിത്വത്തിൽ എങ്ങനെ 33 കോടി ചരാചരങ്ങളെയും നിലനിർത്താം, ജനിപ്പിക്കാം. ഇത് തന്നെയാണ് ക്ഷേത്രം അർത്ഥമാക്കുന്നത്. ഓരോ പ്രദേശത്തെയും ചൈതന്യത്തെ ഒട്ടും കുറവില്ലാതെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ. അതെ, ഓരോ പ്രദേശത്തിൻ്റെയും ശൈവശക്തിയെ നിലനിർത്തുക. അതായത് ലിംഗശക്തിയെ ഏകുന്നത് പ്രോട്ടോണാണ്. പ്രോട്ടോൺ എന്ന് പറയുന്ന ഈ സ്ഥൂലകണത്തിന് മാത്രമേ ലൈംഗിക ശക്തിയുള്ളൂ. ആ വൈഭവത്തെ, ഈ മണ്ണിൻ്റെ ആ വൈഭവത്തെ എങ്ങനെ നിലനിർത്തി ജീവനെ ജനിപ്പിക്കാം? ആ വൈഷ്ണവ ശക്തിയാൽ ശിവനിലേക്ക് ഈ വൃക്ഷപ്രകൃതിയെ, ഹരിയെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഹരിഹര പ്രണയത്താൽ എങ്ങനെ ശ്രീ പാർവതിയിലൂടെ എങ്ങനെ ജലത്തിൻ്റെ മായയായിരിക്കുന്ന മായാമോഹിനിഭാവമായിരിക്കുന്ന കരിനീലയിലൂടെ അല്ലെങ്കിൽ കൂളിവാകയിലൂടെ എങ്ങനെ ശാസ്ത്രബോധമുള്ള ചലിക്കുന്ന ജീവലോകത്തെ ജനിപ്പിക്കാം. അപ്പൊ അതിൽ ഈ മനുഷ്യന്റെ ധർമ്മം എന്താ? ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഒരു വ്യക്തി, മനുഷ്യന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പാലനമാണ്, ദേശപാലനമാണ്, ദേശസ്നേഹമാണ്, ജീവസ്നേഹമാണ്. ആ ജൈവസമ്പത്തിനെ മുഴുവൻ ദൈവസമ്പത്തായി കണ്ട് ആരാധിക്കുന്ന രീതിയിലേക്ക് സർവ്വജീവലോകത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ആചരണ പദ്ധതികളെ വരും തലമുറകളിലേക്ക് പകർത്തി 33 കോടി ദൈവസമ്പത്തായിട്ട് ഈ ജീവസമ്പത്തിനെ നമ്മൾ കാണേണ്ടതാണെന്നും അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹാര ആചാര പദ്ധതികളിലൂടെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതാണെന്നും മനനത്താൽ, അറിവിനാൽ പറയുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ മറ്റൊരു സംശയം, ഈ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളാണ്, പ്രാർത്ഥനാലയങ്ങളല്ല. അതെ, ഇന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെന്നുള്ളതാണ് പുസ്തകം. പ്രാർത്ഥനാലയമാണോ ആരാധനാലയമാണോ അതോ ധ്യാനിക്കേണ്ട സ്ഥലമാണോ? ഇപ്പോൾ അങ്ങ് വർണ്ണിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഇപ്പോൾ നമ്മൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാലയങ്ങളാണ്. അപ്പൊ എന്താണ് അതിന്റെ യുക്തി? ഇപ്പൊ അങ്ങനെ തിരിയാൻ എന്താണ് അതിന്റെ കാരണം? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നേട്ടം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യരുത്? അതായത് ക്ഷേത്രം പ്രാർത്ഥിക്കാനുള്ള ഇടമല്ല. നമ്മൾ പ്രകൃതിയെ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചു വെച്ചുകൊണ്ട് ആയുർവേദം പറയുന്നത് പോലെ പ്രകൃതിയെ ആരോഗ്യമുള്ളതാക്കുക, ആ ആരോഗ്യമുള്ള പ്രകൃതിയിലേക്ക് സ്വയം ആരോഗ്യവാനായി തീരുക. നമ്മളുടെ ഗാത്രത്തെ ആ ക്ഷേത്രഭൂമിയിലേക്ക് ചേർത്ത് വെച്ച് ആരോഗ്യത്തെ ജനിപ്പിക്കുക. ക്ഷേത്രഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ കൃഷിയിടം എന്നാണ് അർത്ഥം. അതായത് ജീവനെ ജനിപ്പിക്കുവാൻ സാധിക്കുന്ന മൃത്യുഭാവത്തെ നീക്കി മാതൃഭാവത്തെ ഏകുന്ന ഒരു ദേശത്തിലേക്ക് നമ്മളുടെ ആ ദേഹത്തെ, ആ ഗാത്രത്തെ ചേർത്ത് വെക്കുക. ഇപ്പൊ പ്രകൃതിയെ ചികിത്സിച്ചുകൊണ്ട് പ്രകൃതിയെ സേവിച്ചുകൊണ്ട്, ശുശ്രൂഷിച്ചുകൊണ്ട്, പാലിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, അതുകൊണ്ട് ആരാധനാഭാവത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ തന്നെ സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന. ആ ആരാധനാഭാവത്തിൽ പ്രകൃതിയെ കണ്ടുകൊണ്ട് നമ്മൾ ചെരുപ്പിട്ട് പോലും ക്ഷേത്രഭൂമിയിൽ കയറില്ല. നഗ്നപാതരായിട്ടും ശുദ്ധപാതരായിട്ടും ശുദ്ധ മനസ്സുള്ളവരായിട്ടും സർവജ്ഞാനത്തെയും സ്വീകരിക്കുവാൻ നല്ല ജ്ഞാനമുള്ളവരായിട്ടും ആത്മാവ്, മനസ്സ്, ശരീരം എന്നീ ത്രിഗുണ ബന്ധമുള്ള ശരീരം ആ ത്രിശുദ്ധിയെ ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ആത്മാവും മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം ക്ഷേത്രത്തിൽ കയറുമ്പോൾ. അങ്ങനെ ശുദ്ധമായിരിക്കുന്ന അറിവിനാൽ, ശുദ്ധമായിരിക്കുന്ന മനസ്സിനാൽ, ശുദ്ധപാദത്താൽ, ശുദ്ധ ശരീരത്താൽ നമ്മൾ ശുദ്ധമായിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന പഞ്ചഭൂത വിശേഷങ്ങളെ ജനിപ്പിക്കുന്ന, സൽവിശേഷങ്ങളെ ജനിപ്പിക്കുന്ന, മന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന ശബ്ദത്തെ ജനിപ്പിക്കുന്ന ഇടത്തേക്ക് നമ്മൾ ചെന്ന് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറും. ഇപ്പോൾ പൂർവ്വസൂരികളുടെ പ്ലാൻ ഒരുപക്ഷെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അവരുടെ പ്ലാനാണ് ഇപ്പോഴും ഉള്ളത്. അതെ, അവർക്ക് നേരത്തെ അറിയാമായിരുന്നു ബാക്കി എല്ലാ ഇടങ്ങളും മറവ് മാലിന്യങ്ങളാൽ നിറയും, മറവശാലകളാവും, അറിവിൻ്റെ ശാലകൾ ക്ഷേത്രങ്ങൾ മാത്രമായിട്ട് മാറുമെന്ന് ആ ദീർഘവീക്ഷണത്തിലൂടെ തന്നെയാണ് ഈ ക്ഷേത്ര സംവിധാനങ്ങളുള്ളത്. അവരെ പോലും കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ക്ഷേത്രങ്ങള്, ക്ഷേത്ര സമുച്ചയങ്ങളും അറിവിന്റെ ശാലകളും എല്ലാം ഉണ്ടാവുക. അതെ, പ്രാർത്ഥനാലയങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറുകയും ക്ഷേത്രങ്ങൾ കരികിലകളും മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിക്കുന്ന ശവപ്പറമ്പ് പോലെ ആക്കുകയും ഇതെല്ലാം ആരുടെയൊക്കെയോ സമാധി സ്ഥാനങ്ങളാണ്, ശവമടക്കിയിട്ടുള്ള ഇടങ്ങളാണെന്ന് പുതിയ ആചാര്യന്മാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അവിടെ ഇരിക്കുന്ന രക്ഷസ് എന്ന് പറയുന്നത് ദുർമരണപ്പെട്ട ബ്രാഹ്മണന്റെ പ്രേതമാണെന്നും ഇതൊരു പ്രേതഭൂമിയാണെന്ന് വരുത്തി തീർക്കുകയും പ്രേതം എന്താണെന്നും ദൈവം എന്താണെന്നും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു വെക്കുന്ന ഒരു നമ്മുടെ ആചാര്യന്മാർ, ഇപ്പോഴുള്ള ആചാര്യന്മാര് പിതൃശൂന്യ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും തികച്ചും തെറ്റായിട്ടുള്ള. അവർ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെയാണ് ചെയ്യുന്നത്.
അറിഞ്ഞിട്ട് വേണ്ടേ പറയാനായിട്ട്. ക്ഷേത്രം ശിവദേഹമാണ്. അത് പറഞ്ഞപ്പോഴാ ഞാനിപ്പോ ഒരു കാര്യം, ഇന്ന് ഒരു ക്ഷേത്രത്തിന്റെ വാതുക്കല് ഒരു ബോഡി ഞാൻ വായിച്ചു, ശിവ കോൾഡ് സ്റ്റോറേജ്. താഴെ ശവം കെട്ടിത്തൂക്കിയിട്ടിരിക്കുക ഷട്ടറിനകത്ത്. ഏതായാലും അതൊരു ഒരു ഭക്തന്റെ വിശ്വാസിയുടെയാണ്, കാരണം സംശയമില്ല, അല്ലെ ശിവ എന്ന് എഴുതി വെക്കില്ല. അപ്പൊ ശിവ എന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ ശവത്തെ വിൽക്കുകയാണ്. പക്ഷെ വലിയൊരു മഹാക്ഷേത്രം, 108 ശിവാലയങ്ങളുള്ളതിൽ ഒരു മഹാക്ഷേത്രത്തിന്റെ അടുത്ത കാര്യമാണ് ഇപ്പൊ വന്നത്. ഞാൻ ആ മനുഷ്യനെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ആചാര്യന്മാർ ഭക്തജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ശവം വിറ്റിട്ടും എന്ത് ചെയ്തിട്ടും അത് ശരി, അത് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർത്ത്. ഒരു 2 വർഷത്തോളമായി കാണും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആചാര്യൻ പദവിയുള്ള ഒരാള്, അദ്ദേഹം അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പണം ഉണ്ടാക്കണം, മറ്റുള്ള വിഭാഗക്കാരെല്ലാം പണം ഉണ്ടാക്കുന്നു. ആ പണം ഉണ്ടാക്കുന്ന രീതിയല്ല പ്രശ്നം. നിങ്ങൾ മത്സ്യം വിൽക്കുവോ, നമ്മളെല്ലാം പണം ഉണ്ടാക്കാൻ ശീലിച്ചിട്ടില്ല. നമ്മൾ പണം ഉണ്ടാക്കിയല്ല ആവും എന്ന് നമ്മുടെ ആചാരം. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ശരിയാണ്, എനിക്കത് മഞ്ഞിട്ടില്ല. ഇതെല്ലാം സനാതനധർമ്മമാണെന്ന് പറയുകയും ചെയ്യും. നമ്മളെല്ലാം സനാതനധർമ്മികളാണ്. ഈ ദൈവവിശ്വാസത്തിന്റെ പേരിൽ ദ്രവ്യമാണ് ദൈവം, ദ്രവ്യശുദ്ധിയാണ് ദൈവവിശേഷത്തെ ജനിപ്പിക്കുന്നത്, സുവിശേഷത്തെ ജനിപ്പിക്കുന്നത്. അപ്പോൾ നല്ല ദ്രവ്യവിശേഷങ്ങളാണ് നമ്മളുടെ ഉത്സാഹത്തിനൊക്കെ കാരണമായിരിക്കുന്നത്. ശരീരമാകുന്ന ക്ഷേത്രം കൊണ്ട് ദേശത്തുള്ള ക്ഷേത്രത്തെ അതിൻ്റെതായ ആ വർണ്ണത്തിലും ഭംഗിയിലും ഐശ്വര്യത്തിലും സൂക്ഷ്മതയിലും ജീവനിലും നിലനിർത്തുന്ന പ്രക്രിയ, ആ ധർമ്മമാണ് മനുഷ്യൻ്റെത്, അല്ലേ? തീർച്ചയായിട്ടും. സർവ്വ ജീവലോകത്തെയും അതെന്തിനു വേണ്ടി? അടുത്ത തലമുറയ്ക്ക് വേണ്ടി, അല്ലേ? നമുക്ക് വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത്. അതെ. അപ്പൊ നമ്മള് ഇപ്പോ ഇത് അനുവർത്തിച്ച് ഇത് സംരക്ഷിച്ച് പകർന്നു കൊടുക്കേണ്ടതാണ്, അല്ലേ? ഇത് നമ്മൾ ഒരു എന്താ പറയുന്നത്, നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇതിലും ശുദ്ധിയായിട്ട്, അതായത് ശുശ്രൂഷ എന്ന് പറയുന്ന ഈ അഷ്ടാംഗ യോഗത്തിലും അഷ്ടബുദ്ധി ഗുണങ്ങളിലും എല്ലാം പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അഷ്ടസിദ്ധി ഗുണങ്ങളിലെല്ലാം പറയുന്ന രീതിയിൽ ഒരു സിലബസാണ് ശുശ്രൂഷ. നമ്മൾ ശുശ്രൂഷിച്ചതുപോലെ ഈ ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കാനല്ല, നമ്മൾ മലിനപ്പെടുത്തിയിട്ടാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്. ഇവിടുത്തെ അറിവിനെയും കൂടി മാറ്റിയിട്ടാണ്, സർവ്വ ആധാരത്തെയും മാറ്റിയിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ചില ക്ഷേത്രങ്ങളോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ഈ ചായക്കടലൊക്കെ ബോർഡ് വയ്ക്കുന്ന പോലെ ഉഴുന്നുവട, ദോശ, പരിപ്പട ബോർഡുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അവിടെ വഴിപാടിന്റെ ബോർഡുണ്ട്, ശത്രു സംഹാര പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്ര സ്ഥലമായിട്ട് പോലും ആളുകൾ കാണുന്നുണ്ട്. ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്റെ ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. സത്യമായിട്ടും ശത്രു സംഹാരമാണ് ഇവിടെ നടക്കുന്നത്. കാരണം സമമായിരിക്കുന്ന രീതിയിലേക്ക് ജനത്തെ എത്തിക്കുന്നതിന് വേണ്ടി, ഭക്തനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, സമാധിസ്ഥനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രം. സമാധി എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ മരിക്കുന്ന അവസ്ഥയല്ല, മരണശേഷമുള്ള ജീവിതമല്ല സമാധി. സമമായിരിക്കുന്ന ആരുടെ സമമായിരിക്കുന്ന ബുദ്ധിയിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്ന് ചോദിച്ചാൽ, വൈഷ്ണവ ശക്തിയുടെ, ഹരിതലോകത്തിന്റെ, ഈ വൈകുണ്ഠ ലോകത്തിന്റെ, സർവ്വ ജീവലോകത്തിന്റെയും കുണ്ഠിതങ്ങളെ നീക്കുന്ന വൈകുണ്ഠ ലോകത്തിന്റെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവസ്ഥയിലേക്ക്, നട്ടവനെയും നട്ടം തിരിഞ്ഞെത്തുന്നവനെയും വെട്ടാൻ നിൽക്കുന്നവനെയും നനച്ചവനെയും എല്ലാം ഒരുപോലെ പരിഗണിക്കുന്ന, മുഴുവൻ ആളുകൾക്കും ജീവനാംശം കൊടുക്കുന്ന രീതിയിലേക്ക്, സർവ്വ ജീവനാംശ പാലകനായിരിക്കുന്ന, ജീവനെ സ്ഥിതിക്ക് കാരണമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, സർവർക്കും ആശ്രയമാകുന്ന അവസ്ഥയിലേക്ക്, ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മളുടെ അഹങ്കാരത്തെ നിഗ്രഹിച്ച് ശത്രുഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് സമമായിരിക്കുന്ന രീതിയിലേക്ക് ഒരു മനുഷ്യനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റുവാൻ, മഹാവൃക്ഷ പ്രകൃതിയുടെ അവതാരമാക്കി മാറ്റുവാൻ, അത്രയും സത്വഗുണമാണ് മഹാവൃക്ഷ പ്രകൃതിക്കുള്ളത്. ആ സത്വഗുണത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചിട്ട് അവൻ്റെ സാത്വിക ഭാവത്തിലോട്ട് ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം, ശവാഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ശിവത്വമായിരിക്കണം നമ്മളുടെ പരമമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ശിവത്വത്തിലൂടെ നമ്മൾ സത്വഗുണ